Hello everyone, welcome back to my YouTube channel. So ഇന്ന് കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയാണ്. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കാവാസാക്കി പോയിട്ട് കുറച്ച് സാധനം എടുക്കാനുണ്ട്. വണ്ടിയുടെ അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് നേരെ BMW സർവീസ് സെൻറ്ററിൽ പോകണം. ജസ്റ്റ് ഒന്ന് ചെയിൻ ടൈറ്റ് ചെയ്യാനും ചെക്കപ്പ് ചെയ്യാനും. കാണാൻ ലാസ്റ്റ് വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പുതിയ കാർബൺ ഫൈബർ വിംഗ്ലെറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി M1000 ആധാറിൻ്റെ സെയിം ഡിസൈൻ വിംഗ്ലെറ്റ്സ് ആണ്. ഫുൾ കാർബൺ ഫൈബർ, തീരെ വെയിറ്റ് ഇല്ല. ഇപ്പം എന്തായാലും ഇപ്പോൾ ആഷ്ലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പുള്ളി വന്നിട്ട് നമുക്ക് പോവാം. ഇന്ന് നമ്മൾ വ്ളോഗ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് Insta360 ആണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. അങ്ങനെ ആഷ്ലി വന്ന് നമുക്ക് പോവാം. സ്റ്റാൻഡ് പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു, എന്താ ഗിയർ മാറ്റാത്തത്. അപ്പം ഇതിൽ ക്വിക്ക് ഷിഫ്റ്റിലൂടെ ഇങ്ങനെ ചുമ്മാ ഗിയർ മാറ്റിക്കൊണ്ടിരിക്കാം. കണ്ടോ, ഇതിൽ 6th ഗിയറിലിട്ടും വേണമെങ്കിൽ പതുക്കെ ഇങ്ങനെ പോവാം. പക്ഷെ അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു പവർ ഫീൽ ആവത്തില്ല. അഡ്രിനാലിൻ റഷ്. നല്ല കാറ്റുണ്ടെന്ന്, മഴ വരാനുള്ള ചാൻസ് ആണ്. അപ്പം പവർ ഫീൽ ആവാൻ വേണ്ടി എപ്പോഴും നമ്മൾ കറക്റ്റ് ഗിയറിലിട്ട് വലിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കറക്റ്റ് ഗിയറിൽ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല എൻജിൻ ബ്രേക്കിംഗ് കിട്ടും. അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മളിപ്പോൾ ഈ സ്പീഡ് 6 ഗിയറിലാണ് ഓടിക്കുന്നെങ്കിൽ നമുക്ക് അത്ര എൻജിൻ ബ്രേക്കിംഗ് കിട്ടത്തില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓടിക്കുന്ന വണ്ടിക്ക് മോശമാണോ. ആക്ച്വലി മെജോറിറ്റി 1000cc സൂപ്പർ സ്പോർട്ട് ബൈക്സ് നല്ല ഹൈ റവിങ് എൻജിൻസ് ആണ്. അതിൽ പവർ ഇങ്ങനെ എല്ലാ RPMലും നല്ല രീതിയിലുണ്ട്. അപ്പം നല്ല കൈ കൊടുത്തിട്ട് ഓടിക്കാൻ വേണ്ടിയാണ് ആ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആണെങ്കിലും ട്രാഫിക് ആണല്ലോ.
ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എസിമെട്രിക് S1000Rഉം ഈ S1000Rഉം തമ്മിലുള്ള ബ്രേക്കിംഗ് ഡിഫറൻസ്. സോ രണ്ടും മാറി മാറി കുറേ ഓടിച്ചതിന് ശേഷം എനിക്ക് ഫീലായത് ഇതിൽ ബ്രേക്കിംഗ് കുഴപ്പമില്ല, ബ്രേക്കിംഗ് നല്ല ബ്രേക്കിംഗ് ആണ്. ബട്ട് അസിമെട്രിക് വെച്ച് നോക്കുമ്പോൾ, കാരണം അതിൽ മാസ്റ്റർ സിലിണ്ടറും കാലിപ്പേഴ്സൊക്കെ ബ്രഹ്മമാണ് വരുന്നത്, അതിൻ്റെ അത്ര ബൈറ്റ് ഇതിനില്ല. അപ്പോൾ ഓരോ വീഡിയോസിൽ നിങ്ങളിടുന്ന കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതിന് എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. S1000R ഫുള്ളി ട്യൂൺഡ് ആയതുകൊണ്ട് ലോവർ ആൻഡ് മിഡ് RPMസിൽ നല്ല പവർ ഉണ്ട്. അപ്പോൾ ഏത് ഗിയറിലാണെങ്കിലും ഫുള്ളി ഇത് എടുത്ത് വലിച്ച് പോകുന്നുണ്ട്. കേരളത്തിലെ പോലെ ഇവിടെ അങ്ങനെ ഒരുപാട് ചെക്കിംഗ് ഒന്നുമില്ല. MVD ആണെങ്കിലും ട്രാഫിക് പോലീസ് ആണെങ്കിലും ഇതേപോലെ നമ്മളിപ്പോൾ സിഗ്നലിൽ പോയിട്ട് ചുമ്മാ റവ് ചെയ്ത് ഒച്ചപ്പാടുണ്ടായി കഴിഞ്ഞാൽ അവർ വന്നിട്ട് എന്തെങ്കിലും പറയായിരിക്കും. അല്ലാണ്ട് ഇപ്പം നമ്മൾ എക്സോസ്റ്റ് വെച്ചെന്ന് പറഞ്ഞ് അവർ പിടിച്ച് ഫൈൻ ചെയ്യുന്നത് വളരെ കുറവാണ്. സൗണ്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഈ വണ്ടീൻ്റെ എക്സോസ്റ്റ് ഓസ്റ്റിൻ റേസിങ്ങിൻ്റെ അത്ര ലൗഡ് അല്ലെങ്കിലും നല്ല ലൗഡാണ്. ഇപ്പം ഞാൻ വൈസർ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, ട്രാഫിക്കിൽ ചൂടായതുകൊണ്ട്. അപ്പോൾ കുറച്ച് വിൻ നോയ്സ് വരുന്നുണ്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൗണ്ട് കൂടി സൗണ്ട് കുറക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ചാൽ മതി. അപ്പോൾ സൗണ്ട് നല്ല രീതിയിൽ കുറഞ്ഞോളൂ. നമ്മൾ റിസർവായി റൈറ്റ് ടു ദ നെക്സ്റ്റ് ഫില്ലിംഗ് സ്റ്റേഷൻ കണ്ടോ, ഫുള്ള് നോട്ടിഫിക്കേഷനൊക്കെ വരും, ഫോൺ പോലെയാണ്. റേഞ്ച് കാണിക്കുന്നത് 36 കിലോമീറ്റർ, അതായത് അപ്പം റിസർവ് ആയി കഴിഞ്ഞാൽ 36 കിലോമീറ്റർ പോകും എന്നാണ് കാണിക്കുന്നത്. ബട്ട് 36 പോവില്ലായിരിക്കും. ആരോ ട്രാഫിക്കിൽ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ പുള്ളിക്കാരന് സന്തോഷമായി കാണും. ഇതാണ് ബാംഗ്ലൂർ ട്രാഫിക്. കമ്പാരിറ്റീവ്ലി കുറവാണ്, കാരണം ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടാവും. എന്തായാലും ഇപ്പം നമുക്ക് കാവാസാക്കി എത്തിയിട്ട് കാണാം.
ഗൈസ് അങ്ങനെ കാവാസാക്കിയിലെ വർക്ക് കഴിഞ്ഞു. പക്ഷെ ഇന്ന് BMW പോലെ നടക്കത്തില്ല. BMW നല്ല തിരക്കാണ് പോലും. നമുക്ക് ജസ്റ്റ് ചെക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, കാര്യമായിട്ട് പണിയൊന്നുമില്ല. മഴ പെയ്യാണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ Insta360 മൈക്ക് അഡാപ്റ്റർ വെച്ചാൽ വാട്ടർ പ്രൂഫ് അല്ല. അത് കൂടാണ്ട് ഹെൽമെറ്റൊക്കെ നനയും. വണ്ടി ഇപ്പം അത്യാവശ്യത്തിന് ക്ലീൻ ആയിരിക്കുക, ജസ്റ്റ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ചെളിയായി കഴിഞ്ഞാൽ വീണ്ടും വാഷ് ചെയ്യേണ്ടി വരും. സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ആവുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ Insta360 വ്ളോഗ് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി മുട്ട ട്രാഫിക്കിൽ ഇങ്ങനെ പതുക്കെ ആയിരിക്കും പോകുന്നത്. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഈ കാർബൺ ഫൈബർ വിംഗ്ലെറ്റ്സ് വെച്ചത് കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയാം താഴെ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. See ya.